പുള്ളിനറിയാം എന്നെ അറിയാം പുള്ളിനറിയാം പേരറിയില്ല ഓറടിച്ചോ ഇല്ല ശരിക്കും നല്ലതാണോ 23 സെപ്റ്റംബർ 28 ഏപ്രിൽ പുള്ളിയെ അവസാനമായിട്ട് കണ്ട ഏതാ പടത്തിലെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മ ഉള്ളവരാണ് പറഞ്ഞാൽ മതി. ഞാൻ പ്രത്യേകിച്ച് വിളിച്ച് പറഞ്ഞ് വരണം എന്ന് പറയാറുള്ളൂ. അങ്ങനെ ഒരു പടമായിരുന്നു ഡിറ്റക്റ്റീവ് ജോലി, അതുകൊണ്ട് കാണാൻ വന്നത്. മുമ്പത്തെ വിളി എപ്പോഴായിരുന്നു? കേക്ക് മാത്രമല്ലേ? അല്ലല്ല ഇത്തവണ ഇത് ചെറിയ ഹിറ്റ് ആയതുകൊണ്ട് ചെറിയ രീതിയിൽ എന്റെ വകയുള്ള പാർട്ടി ആ മനസ്സറിഞ്ഞ് ഞാൻ നാളെ തരാം. നിങ്ങൾ പറയുന്ന സ്ഥലം നിങ്ങൾ പറയുന്ന സാധനം എല്ലാം നിങ്ങൾ എന്റെ അമ്മയെ കുട്ടി സീറ്റ് ഉണ്ടാവോ? കേരളം അല്ല അവരെ ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നാണ് ആളുകൾ പറയുന്നത്. ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. ആളുകളെ വിളിച്ചോണ്ട് കട്ട് കട്ട് പേര് ധ്യാൻ ശ്രീനിവാസൻ. മറക്കണ്ട കേട്ടോ. കിട്ടൂലേ? അല്ലല്ല വിനീത് ശ്രീനിവാസൻ അറിയില്ലായിരിക്കും കേട്ടോ. കുറെ നാളെ തിരിച്ചു കണ്ടു ഒന്നും കാണാതെ കാണുന്നുണ്ട്. കൂടിയിട്ട് കുറയ്ക്കാൻ നിൽക്കുകയാണ്. യൂട്യൂബ് തുറന്ന ഗൂഗിളിന്റെ ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ. അതങ്ങനെ എത്ര പൈസ കൊടുക്കാൻ ഫ്രീ കൊടുത്തായിരുന്നു. ആരാരുടെ വിളിച്ചിരുന്നു? അത് ഞാൻ വിളിച്ച എല്ലാവരും, ഞാൻ മാത്രം അഭിനയിച്ചിട്ടില്ല. ലേഡീസ് എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. സിനിമ ആസ്വദിച്ച് കണ്ടോണ്ടിരിക്കുക എല്ലാവരും. അല്ല
സ്വീറ്റും കൂടെ ഉണ്ട്. പുള്ളിനറിയാം, എന്നെ അറിയാം, പുള്ളിനറിയാം, പേരറിയാം, പേരറിയില്ല, കണ്ടിട്ടുണ്ടോ? കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞ പടം അറിയാം, അതിന്റെ റൈറ്ററാണ്. കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത് അല്ലേ? അറിയില്ലാന്ന് പറഞ്ഞ കുട്ടി ഇന്ന് പോയി ശ്രദ്ധിക്കും കണ്ണൂർ സ്കോഡിന്. അവിടെ ചേട്ടനല്ലേ നാളെ എവിടെയും വെച്ച് കാണുമ്പോ പറയില്ലേ? മോനെന്ന് പറയുന്ന ആൾക്കാരെ ചാർന്ന് തീർന്നു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒരു മടി കുറെ നേരം അല്ല നിക്ക് തുടങ്ങിയിട്ടുണ്ടാവില്ല. നമ്മളിക്കാരത്തെ സൈൻ പിഞ്ച 2021 സെപ്റ്റംബർ 28. 2023 സെപ്റ്റംബർ 28. 2024 ഏപ്രിൽ 1.5 കൊല്ലായി. 2 കൊല്ലമായിട്ടില്ല, 1.5 കൊല്ലം. നിങ്ങൾക്ക് 1 കൊല്ലല്ലേ? സോറി, സീനിയർ, ഐ എം സോറി. സൗണ്ട് ഇല്ലല്ലോ. പുള്ളിക്ക് എന്താ പറയാനുണ്ടോ? എല്ലാരും മനസ്സിലാക്കുക. ഓറടിച്ചോ? ഇല്ല. ശരിക്കും നല്ലതാണോ? സാധാരണ അങ്ങനെ സംഭവിക്കാത്തോണ്ട് ചോദിച്ചാ. ഫസ്റ്റ് ഹാഫ് ആണോ സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ എൻഗേജിങ് ആണോ? അല്ലേ, ഫസ്റ്റ് ഹാഫ് ആണോ എൻഗേജിങ്? ആണോ? സെക്കൻഡ് ഹാഫ് നല്ലതാ. 10 പേരെടുത്ത് പറയണം. ആയിക്കോട്ടെ, വേറെന്താ? സന്തോഷം. ഇങ്ങനെ ഫുൾ ഹൗസ് ആയിട്ട് ഫസ്റ്റ് ഡേ തന്നെ കാണാൻ പറ്റിയ സന്തോഷം. അത് വന്നല്ലോ, അത് തന്നെ ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇതിനുണ്ടോ ഡയറക്ടേഴ്സ്? ഈ 2 കുഞ്ഞി പിള്ളേരാണ് ഡയറക്ടേഴ്സ്, ഇന്ദ്രനീൽ, രാഹുൽ. വർഷങ്ങൾക്ക് ശേഷം ധ്യാനിന്റെ ഒരു ഹിറ്റാണ്. അല്ല, ഞാൻ പറഞ്ഞ പടത്തിന് ശേഷം പുള്ളി അവസാനമായിട്ട് കണ്ട ഏതാ പടത്തിലെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മ ഉള്ളവരാണ് പറഞ്ഞാൽ മതി. 2023 അതിലും മുന്നേ. അല്ല, ഞങ്ങളൊക്കെ ഈ മറ്റേ വലിയ വലിയ ആൾക്കാർ ടോം ക്രൂസ് നമ്മളെ ഒരു വർഷത്തിലൊരു പടം അങ്ങനെയുള്ളൂ. അങ്ങനെ പടം കാണാൻ വന്നല്ലേ? എനിക്ക് സന്തോഷം നൽകുന്ന ധ്യാനിന്റെ ഒരു പടം കാണാൻ വന്നതാ.
മനസ്സിലായോ നിനക്ക്? അങ്ങനെ വളരെ അപൂർവ പടങ്ങളിലെ ധ്യാൻ പ്രത്യേകിച്ച് വിളിച്ച് പറഞ്ഞ് വരണം എന്ന് പറയാറുള്ളൂ. അങ്ങനെ ഒരു പടമായിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. അതുകൊണ്ട് കാണാൻ വന്നത്. മുമ്പത്തെ വിളി എപ്പോഴായിരുന്നു? അപ്പൊ എന്നാ വിട്ടോ. താങ്ക് യു. എല്ലാവരും കാണാൻ പറയും കേട്ടോ. താങ്ക് യു. റോണിച്ചേട്ടാ ഇന്ന് എയറിലാവോ? ഇന്ന് എയറിയാവും. നമ്മുടെ പടം ഹിറ്റായില്ലേ? കേരളാവട്ടെ, കുഴപ്പമില്ല. ഞാൻ പിടിക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ടോ? അവരൊക്കെ ജോൺ സ്റ്റോപ്പ് ചെയ്തോ. ചേട്ടാ എങ്ങനെയുണ്ട് മൊത്തം? നമുക്ക് അങ്ങോട്ട് പോകണം. ബാക്കിൽ ഇവിടെ നമുക്കൊരു മൂല കോമൺ അല്ല ഇവിടെ കാണിക്കുന്ന ആൾക്കാരില്ല. ഇതിലാള് വരില്ലോ. എക്സിറ്റ് അതിലാണല്ലോ. ഇവിടെ ധ്യാൻ ചേട്ടാ ഇവിടെ പേര് മറക്കണ്ട. ഡോക്ടർ റോണി എന്താരുമില്ല ബാക്കപ്പിന്. ബാക്കി കാര്യങ്ങൾ മുന്നോട്ടുള്ള ഡോക്ടർ റോണി ബുക്ക് മൈ ഷോയില് ഇതുവരെ ധ്യാൻ ശ്രീനിവാസൻ സിനിമകളിൽ കാണാത്ത ഒരു ബുക്കിങ്ങോടെയാണ്. കഴിഞ്ഞ കൊല്ലം കണ്ടല്ലോ, വർഷങ്ങൾക്ക് ശേഷം കണ്ടല്ലോ, ഒരു വർഷത്തിന് ശേഷം. അപ്പൊ ഈ സ്ലീപ്പർ സെൽ ധ്യാൻ ആരാധകരൊക്കെ ഉണർന്നു എന്ന് തോന്നുന്നു. സ്ലീപ്പർ സെൽസ് ഉണർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പലരും അതിലൊരു ദിവസമല്ലായിട്ടുള്ളൂ. എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം ഫസ്റ്റ് ദിവസം തന്നെ ഒരു ഫുൾ ഹൗസ് ആൾക്കാർ. ഇന്നത്തെ നൈറ്റ് ഷോസ് എല്ലാം ഫുള്ളാണ്. ഓൾമോസ്റ്റ് ഓൾ കേരള പല സ്ഥലങ്ങളിലും ഫുള്ള് ഹൗസാണ്. ഫസ്റ്റ് ഹാഫ് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഹാഫിനേക്കാൾ എനിക്ക് സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ എൻഗേജിങ് ആയിട്ടും കുറച്ച് രസമുള്ള പരിപാടിയായിട്ട് തോന്നി. ഭയങ്കര മഹാസംഭവം എന്നല്ല, പക്ഷേ എന്നാലും ഡീസൻറ്റ്, ഡെഫിനറ്റ്ലി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സിനിമയായിട്ട് നമുക്ക് പേഴ്സണലി തോന്നി. അപ്പോൾ എന്തായാലും ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും, വീട്ടിൽ മാറി നിൽക്കുന്ന പലരും വന്ന് സിനിമ കാണണം. സ്ഥിരം അല്ലേ, സിനിമ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ട് നമുക്ക് ഇങ്ങനെ ഭയങ്കര ആരും തന്നെ മോശം എന്ന് വെച്ചാൽ മോശം റിവ്യൂസ് ഒന്നും തന്നെ വന്നിട്ടില്ല. എല്ലാം ആവറേജ്, അബവ് ആവറേജ്, ഗുഡ്, അത്രേ ഉള്ളൂ. അപ്പം എന്തായാലും അബവ് ആവറേജും ഗുഡുമാണ് കൂടുതലും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വന്ന നമ്മുടെ വനിത ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള തിയേറ്റർ റിവ്യൂസിലൊക്കെ വന്ന സാധനങ്ങളൊക്കെ തന്നെ ഭയങ്കര പോസിറ്റീവായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു കുറച്ചധികം ഒരു വേർഡ് ഓഫ് മൗത്തിലൂടെ അന്ന് ആൾക്കാർ കയറി വരുവാണെങ്കിൽ, ഫാമിലി ഒക്കെ വരുവാണെങ്കിൽ, നിങ്ങൾ ഇന്ന് ചെറുപ്പക്കാരൊക്കെ വന്ന് അത്യാവശ്യം ഇതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അന്ന് കയറി പോകേണ്ടതാണ്. ഇന്റർവ്യൂ കാണുന്ന അമ്മമാരൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുമെന്നൊക്കെ പറയാറുണ്ട്. അതാ പറയാ, ഇന്റർവ്യൂ ഇത് നമ്മൾ പറയുമല്ലോ, ഇത് നമ്മൾ കാത്തിരിക്കണ്ടേ. ഇതെന്തായാലും തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന നമ്മുടെ നല്ല സിനിമയാണ്. എന്തായാലും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമയാണ്. നമ്മുടെ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, കണ്ടോ, അത്രേ ഉള്ളൂ. അത് നമുക്കൊന്നും അറിയില്ലല്ലോ. സിനിമയുടെ കേസ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മളെല്ലാ ആഴ്ചയും കാണുന്ന സിനിമ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ 2 സംവിധായകർ വരുന്നു. അവരുടെ ഒരുപാട് കാലത്തെ എഫേർട്ടും നമ്മളെ വെച്ചിട്ട് വീക്കെൻഡിനെ പോലത്തെ ഒരു ബാനർ എന്നെ വെച്ച് നമ്മളെ വെച്ച് സിനിമ ചെയ്യുന്നു. നമ്മളൊക്കെ അതിൻ്റെ ഭാഗമാകുന്നു. അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അവർ ഇങ്ങനെ ഒരു സിനിമ ആദ്യമായിട്ട് യൂണിവേഴ്സിൻ്റെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ അവർക്കൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതുവരെ ഇന്നും 80-കളുടെ ഇങ്ങനെയുള്ള കുഞ്ഞു
സിനിമകളാണോ മലയാള അതെ സിനിമ? അതെ, കാരണം ഇപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അഭിപ്രായം വന്നാൽ പോലും ഈ വർഷം ഇറങ്ങിയ കുറച്ച് പടങ്ങൾക്കൊക്കെ അഭിപ്രായം വന്നിട്ട് ആള് വരുന്നില്ല. അപ്പൊ ഇപ്പൊ മലയാള സിനിമ ഭയങ്കര ക്രൈസിസിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു സിനിമ അഭിപ്രായം വന്നതിന് ശേഷം തിയേറ്ററിൽ ആള് വരേണ്ടത് ഈ ഇൻഡസ്ട്രിക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ആൾക്കാർ തിയേറ്ററിലോട്ട് വരണം. എനിക്ക് തോന്നുന്നു ഒരിക്കലും അതെ, എമ്പുരാൻ വന്നു, പ്രിൻസ് വന്നു, പ്രിൻസിനോടൊപ്പം പടക്കളം വന്നു, അതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഇപ്പോൾ എനിക്ക് നരിവേട്ടയും അത്യാവശ്യം നല്ല അഭിപ്രായമുണ്ട്, ഇതിനും നല്ല അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി എല്ലാവരും തിയേറ്ററിൽ വന്ന സിനിമ ആണ്. എന്തായാലും ഒരിക്കലും മോശം സിനിമയല്ലാന്ന് പേഴ്സണൽ നോട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് അത് നമ്മളെന്നല്ലേ പറഞ്ഞല്ലോ, ബാക്കി നാളെ സക്സസ് വിദ്യാലയന്റെ ഒരു വരവും കൂടി പ്രതീക്ഷിക്കാം. ആ രീതിയിലാണ് നിർത്തിയിട്ടുള്ളത്. അല്ല അവർക്ക് അതിന് അതൊക്കെ പ്രൊഡക്ഷൻ തീരുമാനിക്കേണ്ട കാര്യമല്ലോ. അപ്പൊ അതുകൊണ്ട് അവര് യൂണിവേഴ്സ് ആണ് പറയുന്നുണ്ട്. മിന്നൽ മുരളിയായിട്ട് ഒരു ക്രോസ് ഓവർ വരുന്നുണ്ടെന്നുള്ള രീതിയിൽ കുറെ ആൾക്കാർ പ്രതീക്ഷിച്ചിട്ടൊക്കെ സിനിമയ്ക്ക് വരുന്നുണ്ട്. അല്ല, ഞാൻ പക്ഷേ ഇന്റർവ്യൂസിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ മിന്നലിലെ ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ ഇതിനകത്ത് ഇല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. പിന്നെ ഇതൊരു കോമഡി പടമല്ല. കാരണം പലരും ഇത് ഭയങ്കര ഹ്യൂമർ പ്രതീക്ഷിച്ച് പോകുന്ന ആൾക്കാർക്ക് ഇതൊരു കോമഡി പടമല്ല. ഇത് പ്രോപ്പർ സീരിയൽ കില്ലിംഗ് അല്ലെങ്കിൽ നാട്ടിൻപുറത്ത് നടക്കുന്ന പ്രോപ്പർ മർഡർ മിസ്റ്ററിയും കില്ലിങ്ങും സീരിയൽ കില്ലിങ്ങും തന്നെയാണ്. അപ്പോൾ ഒരു പോയിന്റ് എത്തിക്കേഷൻ ഈ സിനിമ വളരെ സിറ്റുവേഷൻ ആയിട്ടുള്ള ഫസ്റ്റ് ഹാഫിലുള്ള ചെറിയ ഹ്യൂമർ ഒഴിച്ചു കഴിഞ്ഞാൽ പടം സെക്കൻഡ് ഹാഫിൽ ഒരു പോയിന്റ് കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് പോകുന്ന പ്ലസ് ഭയങ്കര എൻഗേജിങ് ആയിട്ട് പോകുന്ന ഒരു പരിപാടി. അപ്പം ഭയങ്കര തമാശ പ്രതീക്ഷിച്ച് പോയവർക്കും ചിലപ്പോൾ നിരാശപ്പെടേണ്ടി വരും. അതുകൊണ്ട് തമാശയൊന്നുമില്ല, പ്രോപ്പർ ഇൻട്രീഗിങ് ആയിട്ടുള്ള ഒരു ത്രില്ലറിന്റെ ടെംപ്ലേറ്റ് പിടിച്ചിട്ടുള്ള നാട്ടിൻപുറം നാടൻ ത്രില്ലർ തന്നെയാണ്. സിജിബ്രോയുടെ ഫൈറ്റ് എടുത്തു പറയേണ്ടതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഫൈറ്റ് ഒക്കെ ചെയ്തിട്ട്? ഞാൻ ചേട്ടൻ കണ്ടപ്പോഴും എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീര പരിപാടിയായിരുന്നു. ആദ്യം ഒരൊറ്റ ഡീലുള്ള പരിപാടിയായിരുന്നു, രണ്ട് ഫൈറ്റ് കൂട്ടിയത് വെറുതെ പണിയെടുപ്പിക്കാതെ. അല്ല, അത് ലാസ്റ്റിലെ ഫൈറ്റിലുള്ള കണ്ടിട്ടുണ്ടല്ലോ, അതിലുള്ള കുറച്ച് പരിപാടി ആദ്യം ഒറ്റ അടിയിൽ അവൻ അവിടെ വീഴുന്നായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു തിരിച്ച് 2-3 അടി കൊള്ളട്ടെ, അങ്ങനെ വെറുതെ വിടണമെന്ന്. അങ്ങനെ കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിലേക്ക് ഭയങ്കര നല്ലതാണ് അങ്ങനത്തെ ഒരു ഫൈറ്റും പരിപാടികളൊക്കെ. പിന്നെ നേരത്തെ ക്യാമറ മൂവ്മെന്റ്സ് പറയേണ്ടതാണ്. നമുക്ക് ബോട്ടിക്കാണ് ഉപയോഗിച്ചത്. ആദ്യമായിട്ടാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നല്ലായിരുന്നു. തൗസി മാസ്റ്ററാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിന്റെ മേക്കേഴ്സ് പുതിയ ആൾക്കാർ ഇത്രയും ഫുൾ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാര്യമല്ല. കാരണം അവര് ചെയ്തേക്കുന്നു. അതെ, അവരിതുവരെ ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല, അവരാരുടെ കൂടെയും വർക്ക് ചെയ്തിട്ടില്ല, അവർ ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ. അപ്പൊ എനിക്ക് തോന്നുന്നു വീക്കെൻഡ് ഇപ്പൊ വെച്ച സിനിമയിൽ തന്നെ വലിയ ധൈര്യം, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ വെച്ചിട്ട് എന്നെ വെച്ച സിനിമ ചെയ്യുമ്പോ അവരുടെ ധൈര്യത്തിന് നാഷണൽ ബ്രേവറി അവാർഡ് കൂടെ കൊടുക്കണം. അല്ല, അത് അവർ സോഫി ചേച്ചിനോട് തന്നെ ചോദിക്കണല്ലോ, ഉണ്ടെങ്കിൽ നല്ലത്. തീർച്ചയായിട്ടും ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അതെ അതെ, ചിലപ്പോൾ നാളെ ഈ പറഞ്ഞ പോലെ ഭാവിയിൽ ക്രോസ് ഓവർ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ജാമ്പിയില് ഉജ്ജ്വലുണ്ടാവും. ജാമ്പിയില് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, പറഞ്ഞൊന്നും അറിയില്ല, ഒരു പിടിയില്ല. സോഫി ചേച്ചി ആദ്യമേ ഡയറക്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് എങ്ങനെ പ്രതീക്ഷിക്കാമോ നമുക്ക്? അല്ല, അതല്ല, അത് എനിക്ക് വേറൊരു ഡയറക്ഷൻ വരും. അത് സോഫി ചേച്ചിയുടെ ഒരു കയ്യിലൊരു കഥയുണ്ടായിരുന്നു, അത് ഡയറക്റ്റ് ചെയ്യുന്ന വെച്ചിട്ടാണ് വിളിച്ചത്. പക്ഷേ എൻ്റെ കയ്യിലൊരു പരിപാടി ഉള്ളതുകൊണ്ട് ഞാനത് അതുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ധ്യാൻ ചേട്ടൻ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ കുറെ അധികം ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ധ്യാൻ ചേട്ടന്റെ ഡയറക്ഷൻ ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ധ്യാൻ ചേട്ടൻ ഡയറക്ഷനിലേക്ക് കിടക്കുമ്പോൾ ഇതേപോലെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ കുറെ ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കുന്നു. നീയൊക്കെ എല്ലാവരും നിങ്ങളൊക്കെ എന്താണ് നമ്മള് ക്രൗഡിലൊക്കെ നിർത്തൂലേ 3000 പേരിൽ ഒരാളെ. ഈ ഒരു ഹിറ്റിൽ എത്രത്തോളം ഹാപ്പിയാണ് ഇപ്പൊ അല്ല, ഇതെല്ലാം ഞാൻ പറഞ്ഞ ഹിറ്റും സക്സസും ഫെയിലും. ഇപ്പൊ ഒരു കുഞ്ഞ് നാളെ നമ്മൾ ഹിറ്റ് എന്നൊക്കെ പറയാം. ഹിറ്റ് എന്ന് പറയണമെങ്കിൽ ആൾക്കാർ കൂടുതൽ കാണണം. ഇന്നിപ്പോൾ അഭിപ്രായം വന്നോ നല്ല അഭിപ്രായത്തിന്റെ പോസിറ്റീവ് ആണെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഇനി ആൾക്കാർ കണ്ട് വന്നാൽ നമ്മൾ ഹിറ്റ് എന്ന് പറയാൻ പറ്റും. കമേഴ്ഷ്യലി ഹിറ്റ് ആവുന്ന പറഞ്ഞാൽ കളക്ട് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഈ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഈ സക്സസ് സിനിമയെ സംബന്ധിച്ചിടത്ത് ഇത് ഭയങ്കര ശാശ്വതമാണ്. ഇതിപ്പോൾ നാളെ ഇപ്പോൾ ഈ 2 ആഴ്ചത്തോളം ഈ ഹിറ്റിനെ പറ്റി പറയും. നാളെ ഒരു മോശം സിനിമ ആൾക്കാർ പിന്നെ എന്തായി, അങ്ങനെ ഇതിലൊന്നും ഒരു കാര്യമില്ല. നാളെ കേക്ക് സക്സസ് മീറ്റ്. കേക്ക് മാത്രമല്ലേ? അല്ലല്ല, ഇത്തവണ ഇത് ചെറിയ ഹിറ്റ് ആയതുകൊണ്ട് ചെറിയ രീതിയിൽ എന്റെ വകയുള്ള പാർട്ടി. നമുക്ക് വലിയ ഹിറ്റിലും അത് തന്നെ കേക്കല്ല, അത് ഞാൻ ചേട്ടൻ മനസ്സറിയിട്ട് എന്ത് തരുന്നു അത് സ്വീകരിക്കും. നിഷ്കളങ്കനായ ഉണ്ണി. ആ മനസ്സറിഞ്ഞ് ഞാൻ നാളെ തരാം. കോക്ടെയിൽ പാർട്ടിയാണോ? ആ കോക്ടെയിൽ പാർട്ടിയാണ്. അത് ഗൂഗിൾ പേ നമ്പർ ആയാലും കോക്ടെയിൽ മതി. കഴിഞ്ഞിട്ട് ഞാൻ
നിങ്ങൾ പോവാ. ഏത് പടം കാണാൻ വന്നതാ? അത് നീ എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ അയച്ചില്ലേ? നീ അയച്ചു. ടോവിനേക്കാൾ ഇഷ്ടം എങ്ങനെയാ? ഭയങ്കര അഭിപ്രായമാണ്, രക്ഷയില്ല. നീ എവിടെ ആയിരുന്നു? നീ ഇവരോട് സംസാരിച്ചിരിക്കുവായിരുന്നു. ഞാൻ ചേട്ടൻ തുടരുന്നല്ലേ പറഞ്ഞത് എല്ലാവരും. ലാലേട്ടൻ തുടരും പറഞ്ഞ പോലെ. ലാലേട്ടനായിട്ടാണ് എന്റെ കമ്പാരിസൺ. അവിടെ എൻട്രി. അപ്പൊ അവിടെ നാളെ പ്രസ് മീറ്റ് അവിടെ കാണാം. ഇവിടെ ആൾക്കാർ ആദ്യമായിട്ടാണ് ഈ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. അങ്ങനെ പറയരുത്. ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെയും അടുത്ത ദിവസം അവിടെ ഒരു കാര്യം. ഓട്ടെ, നാളെ കോക്ടെയിൽ പാർട്ടി. നിങ്ങൾ പറയുന്ന സ്ഥലം, നിങ്ങൾ പറയുന്ന സാധനം എല്ലാം നിങ്ങൾ സന്തോഷ നിമിഷത്തിൽ 2 എടാ അതൊക്കെ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. നീ അവിടുന്ന് കോപ്പി ചെയ്തെടുത്തു. ഇത്രയും ആൾക്കാർ എന്നെ കുറിച്ച് നല്ലത് പറയുന്നുണ്ടല്ലോ. അതെ, അപ്പൊ ആ ഒരു സന്തോഷ നിമിഷത്തിൽ എന്താ പറയുന്നത്? ഒന്നുമില്ല. ഈ സന്തോഷം ഞാൻ പറഞ്ഞത്, ഈ സന്തോഷം ഈ നിമിഷം ഇത് കഴിഞ്ഞു. ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഈ വിജയം. എടാ അതല്ല, ഞാൻ ആഗ്രഹിച്ചിരുന്നു ആ പിള്ളേര് നമ്മളെ വെച്ചിട്ട് സോഫിയ ചേച്ചിനെ പോലെ ആള് സിനിമ നമ്മളെ സിനിമ ചെയ്യുമ്പോൾ അവർ ഡിസേർവ് ചെയ്യുന്ന ഒരു സാധനം വേണമെന്ന് അവർക്ക് വേണ്ടി ഞാൻ ആഗ്രഹിച്ചത്. നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നമുക്ക് ബോഡിയിൽ എന്ത് കുട്ടികൾ. ടോവിന് 2 ട്രോഫി ഒന്ന് ഞാൻ തരാം. എടാ ഞാനതല്ലേ പറഞ്ഞ നാളെ കോക്ടെയിൽ പാർട്ടി. അത്